നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ ഹോം ടൂറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുള്ള ഒരു കോർണർ പ്രോപ്പർട്ടിയാണ്. 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിലും കോമൺ അമ്യൂണിറ്റീസ് ഒന്നും തന്നെ ഈ വില്ലയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ചാർജും എക്സ്ട്രാ വരുന്നില്ല. വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. ഏകദേശം 4 മീറ്റർ വിടുത്തുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റ് വരുന്നുണ്ട്. ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് പ്രവേശിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. 4 ബെഡ്റൂമുകളാണ് വീടിന് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ലിവിങ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് TV യൂണിറ്റാണ്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഗസ്റ്റ് ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. അതിനടിയിലായിട്ട് ഇൻവെർട്ടറിൻ്റെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിലാണ് വാഷ് കൗണ്ടറും ഒരുക്കിയിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് കിച്ചൻ്റെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെ വർക്ക് ഏരിയ കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ധാരാളം കബോർഡ്സുകൾ കിച്ചണിൽ വരുന്നുണ്ട്. ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രാനൈറ്റിൻ്റെ മുകളിലായിട്ട് വൈറ്റ് കളറുള്ള വാൾ ടൈലും ചെയ്തിരിക്കുന്നു. ഇതാണ് വർക്ക് ഏരിയ. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സിങ്ക് വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ ഒരു സ്പേസ് കൂടി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വശത്ത് 3 പാളി ജനൽ വരുന്നുണ്ട്. ഒരു വശത്ത് ഓരോ പാളിലുള്ള 2 ജനലും ചെയ്തിട്ടുണ്ട്. കബോർഡുകൾ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നു. ലാമിനേഷൻ ഷീറ്റ് അതിന് മുകളിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഒരു വശത്തായിട്ട് ക്ലോസറ്റ് വരുന്നുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലും വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് ജനൽ കാണാം. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ LED ലൈറ്റുകളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ചെയ്തിട്ടുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 800 മീറ്ററാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം വരുന്നത്. ഏകദേശം 12ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇനി നമുക്ക് 4 വില്ലകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. കൂടാതെ കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയറുകൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അവിടെ ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വാഹനം പാർക്കിംഗ് സൗകര്യമാണുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത് എന്ന് പറഞ്ഞു. ചാർട്ടർ സ്കൂളിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 1 കിലോമീറ്ററാണ് അകലം വരുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, കൂടാതെ മാർക്കറ്റ് എല്ലാം ഈ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ്. കോൺക്രീറ്റിലാണ് യൂട്ടിലിറ്റി സ്പേസ് ഒരുക്കിയിരിക്കുന്നത്.
ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത്. അപ്പർ ലിവിങ് ഏരിയ തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ചെറിയ റൂം പോലെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ TV യൂണിറ്റ് ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇനി ബാൽക്കണിയാണ്. 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വില വരുന്നത് 68 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്.